ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലെ അച്ചടക്കം. പണ്ട് പനിക്ക് പട്ടിണി മരുന്ന് എന്ന് ഒരു പ്രയോഗമുണ്ടായിരുന്നു. അതുപോലെ പല അസുഖങ്ങളിലും ചില വർജിത ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകാര്യമാണ്, അത് കൂടുതൽ ഉപയോഗിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സംസ്കാരം മുഴുവൻ മാറി പേഷ്യൻസ് ആകാൻ വേണ്ടി, നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്താൻ വേണ്ടി നാട്ടുകാർ നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നല്ല കുറച്ച് നൈറ്റ് റെസ്റ്റോറൻറ്റുകൾ ഉള്ളതിൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ വിജയിച്ചോളുമെന്ന് പറയാറുണ്ട്. കാരണം ഭക്ഷണക്രമത്തിൽ അത്രയധികം നാവിൻ്റെ ടേസ്റ്റിനെ മാത്രം ഓറിയൻ്റ് ചെയ്ത് കണ്ണിൻ്റെ കാഴ്ചയുടെ സൗന്ദര്യം ഭക്ഷണത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. മനുഷ്യരുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും ശരീരത്തിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കുന്നതിന് പുറമെ ഭക്ഷണത്തിൻ്റെ കാഴ്ചയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നാവിൻ്റെ ടേസ്റ്റിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. അത്തരത്തിലുണ്ടാവുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലം, വൈകല്യങ്ങൾ, അസുഖമായി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിനെ ചികിത്സിക്കാനായിട്ട് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക. ചില ന്യൂട്രീഷ്യൻസിൻ്റെ അളവിനെ ചിലപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ടി വരും, ചില ന്യൂട്രീഷ്യൻസിൻ്റെ അളവിനെ കൂട്ടേണ്ടി വരും. അങ്ങനെ ക്രമീകൃതമായ ഭക്ഷണക്രമത്തിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി ഈ പേഷ്യൻറ്റിനെ സുഖകരമായൊരവസ്ഥയിലേക്ക് അസുഖകരമായ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് നമുക്ക് തെറാപ്യൂട്ടിക് ഡയറ്റ് പ്ലാനിങ് എന്ന് പറയും. ഇത് നമ്മുടെ ഡയറ്റീഷ്യൻ ന്യൂട്രീഷണൽ അസസ്മെൻറ്റിൽ കൂടെ കിട്ടിയ റിസൾട്ടിനെ ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഈ തെറാപ്യൂട്ടിക് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഡയറ്റീഷ്യൻ ഇത് ട്രീറ്റിംഗ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാനിങ് കൺഫേം ചെയ്യണം. അത് പേഷ്യൻറ്റുമായിട്ടും പേഷ്യൻ്റെ റിലേറ്റീവ്സുമായിട്ടും അവരുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏതെങ്കിലുമൊക്കെ ഫുഡ് അലർജിക്കാണോ എന്ന ബോധത്തിലെടുത്ത് വേണം ഈ പ്ലാനിങ് ഉണ്ടാക്കാനായിട്ട്. സെയിം ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉള്ള ഡിഫറെൻറ്റ് ഫുഡുകളുണ്ട്. ചില ഫുഡുകൾ പേഷ്യൻസിന് അലർജിക്കായിരിക്കും. അവർ പേഷ്യൻറ്റുമായിട്ടോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ടോ സംസാരിച്ചാൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തത കിട്ടും. ഇനി പേഷ്യൻസിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഭക്ഷണത്തിൽ. 100% ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവർ ചില ഫുഡുകൾ ഇഷ്ടത്തോടെ കഴിച്ചാൽ അത് പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കൊടുക്കും. അതുകൊണ്ടാണ് പേഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ അലർജി ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി നമുക്ക് കൃത്യമായൊരു ഡയറ്റ് ഓർഡർ ഉണ്ടാക്കാനായിട്ട് പറ്റണം. അതിനൊരു പ്രോസസ് ഫ്ലോ നമ്മൾ പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടാവണം. സോ COP 19C, the therapeutic diet is planned and provided collaboratively എന്നാണ് പറയുന്നത്. നമ്മളുടെ ഡയറ്റീഷ്യന് അതിൽ റോളുണ്ട്, ട്രീറ്റിംഗ് ഡോക്ടർക്ക് അതിൽ റോളുണ്ട്, പേഷ്യൻറ്റിനോ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്കോ അതിൽ റോളുണ്ട്. എല്ലാവരെയും ഒരു കരുതലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് ഡയറ്റീഷ്യൻ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ഡയറ്റ് ഓർഡർ പ്ലാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫുഡാണ് അയാൾക്ക് പറ്റുന്നതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. COP 19C.